കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം പവർഡ് ബൈ മെറ്റാഫിസ് എഡ്യൂകണക്ട് 2025 മെഡിട്രീന ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. അശ്വമേധത്തിനെ നയിക്കുന്ന നമ്മുടെ സ്വന്തം പടനായകൻ. സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. പക്ഷികളെ വേട്ടയാടിയ കാട്ടുകൊള്ളക്കാരനെ രത്നാകരനെ ആദി കവിയാക്കിയതും ഗുസ്തിയിൽ ദ്വന്ദ്വയുദ്ധത്തിൽ എതിരാളിയെ കൊല്ലുവാൻ മടിക്കാതെ വാശിയോടെ പൊരുതിയ പടയാളിയെ ലോകം കണ്ട മഹാനായ ഗണിതശാസ്ത്രജ്ഞനാക്കിയതുമൊക്കെ മേധയുടെ ചില വിളയാട്ടുകളാണ്. മനുഷ്യജീവിതത്തിൽ ഒരുവൻ്റെ കൃത്യതയാർന്ന മേധാശക്തി അവൻ്റെ വഴികളെ നിശ്ചയിക്കുന്നു. മലയാളിയുടെ ഈ വിജ്ഞാന വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പതിവ് പോലെ സ്വാഗതം. സ്വിസ് എഡ്ടെക് അശ്വമേധം ഇൻ അസോസിയേഷൻ വിത്ത് മെറ്റാഫിസ് എഡ്യൂകണക്ട് 2025 മണപ്പുറം ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ്. ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ഈ ദിവസത്തെ ആദ്യ മത്സരാർത്ഥി ഡോക്യുമെൻ്ററി ക്രിയേഷനിൽ സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു യുവപ്രതിഭയാണ്. മികച്ച അവതാരക, ഡോക്യുമെൻ്ററി ക്രിയേറ്റർ, വൈജ്ഞാനിക മത്സരങ്ങളിലെ പ്രാഗൽഭ്യം എന്നിങ്ങനെ വിശേഷണങ്ങളുടെ ധാരാളിത്വത്തിൻ്റെ പെരുമയുള്ള അപർണ പ്രഭാകരനെ അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അപർണ, വാക്കിൻ. അപർണ, ലാൽസലാം എന്ന മോഹൻലാൽ സിനിമയിൽ നെട്ടൂരാനോടാണോടാണോടാ കളി എന്നോ മറ്റോ ചോദിക്കുന്നത് പോലെ തോന്നിയിരുന്നു ആദ്യം കുട്ടികളോടാണോ കളി എന്ന് കേട്ടപ്പോൾ. പക്ഷേ അതൊരു ടെലിവിഷൻ ചാനലിൽ ഒരു വൈജ്ഞാനിക മത്സരമാക്കിയപ്പോൾ അതിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം നടത്തുകയും സമ്മാനം വാങ്ങിക്കുകയൊക്കെ ചെയ്തു അപർണ. നിരവധി പ്രസംഗ മത്സരങ്ങളിൽ സമ്മാനം നേടി. എല്ലാ ചാനലുകളിലെയും ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ സമ്മാനം നേടി. പ്രിയപ്പെട്ട ശ്രീ ശ്രീകണ്ഠൻ നായർ സർ നയിക്കുന്ന ഒരു കോടി എന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന എപ്പിസോഡിലെ ഉദ്ഘാടകയായി പങ്കെടുത്തു. എത്ര കിട്ടി? അയ്യോ, അന്ന് ഒരു 5 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു സാർ. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക വൈജ്ഞാനിക ചലഞ്ചുകളിലും പങ്കെടുത്ത് സമ്മാനം നേടി. ഒപ്പം മെല്ലെ അതിൽ നിന്നൊന്ന് വ്യതിചലിച്ച് സർഗസൃഷ്ടിയിൽ ക്രിയേറ്റിവിറ്റി ഒരല്പം കൂട്ടുകയും മികച്ച ഡോക്യുമെൻ്ററികൾ സൃഷ്ടിക്കുന്നതിൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. പറയൂ ഡോക്യുമെൻ്ററികളെ കുറിച്ച്. ഡോക്യുമെൻ്ററി സർ, ഞാനിപ്പം റീസെൻ്റായിട്ട് ചെയ്തത് കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞുപെണ്ണ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. ഇപ്പം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയായിരുന്നു. കുഞ്ഞുപെണ്ണ് എന്ന് പറയുന്ന ഒരു അമ്മയുടെ കഥയായിരുന്നു ആ ഡോക്യുമെൻ്ററിയുടെ പ്രമേയമായിട്ട് വന്നത്. വിക്ടേഴ്സിലായിരുന്നു? അല്ല സർ, അത് അങ്ങനെ അല്ലാതെ കൈറ്റ് വിക്ടേഴ്സിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. കൈറ്റ് വിക്ടേഴ്സിൽ ഉണ്ടായിരുന്നു സർ. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനെയും അതേപോലെ തന്നെ ഓസ്കർ പുരസ്കാര ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുട്ടി സാറിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായിരുന്നു സർ. അപ്പോൾ എനിക്കും ഭാഗ്യമുണ്ട് അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് അപർണയെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം. അയ്യോ, സാറിന്റെ മുന്നിൽ ഇരിക്കുന്ന വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, അങ്ങനെ ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. ഇപ്പം പഠിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പം ഡിഗ്രി പൂർത്തിയാക്കി സർ. അപ്പം PG ഡിസ്റ്റൻ്റ് ആയിട്ടും മറ്റും ചെയ്യുകയാണ്. ഏതായിരുന്നു വിഷയം? ഞാൻ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ വിഷയം. PGയും ലിറ്ററേച്ചർ തന്നെയാണോ? അതെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. പിന്നെ ഇതുവരെ എത്ര ഡോക്യുമെൻ്ററികൾ ചെയ്തു? ഞാൻ ഒരു 3ഓളം ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞു പെണ്ണ് എന്നതുപോലുള്ള വേറെ പേരുകൾ ഏതൊക്കെയാണ്? ഈ നഗരം മനോഹരം, പക്ഷേ അതെൻ്റെ ഒരു സുഹൃത്തും കൂടി ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്. പിന്നെ ഒരിടത്തൊരു പെൺ ആൺകുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അപ്പം ഡോക്യുമെൻ്ററി അല്ല, അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പിന്നെ ഒരു നാഗലിംഗപ്പൂവിനെ പറ്റിയൊക്കെ ചെറിയൊരു മത്സരത്തിനൊക്കെ അയക്കുന്നതിന് വേണ്ടി. ഈ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുമ്പോഴേ അവിടെ പോയി റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്? അങ്ങനെ ആയിരുന്നു സർ. പക്ഷെ എൻ്റെ ഈ കുഞ്ഞു പെണ്ണിന്റെ ഡോക്യുമെന്ററി ചെയ്തപ്പം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയി കാണാം എന്ന് വിചാരിച്ചു. കാര്യം പറയാൻ വന്നതാ. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ. അപർണയ്ക്ക് ഒരു വിഷയം തരാം, ഡോക്യുമെന്ററിക്ക് ഒരു തലക്കെട്ടും തരാം. ഒരു ഡോക്യുമെന്ററി ചെയ്യൂ. ആ ഡോക്യുമെന്ററിക്ക് വേണ്ടിയുള്ള അതിൻ്റെ വളരെ വലിയ വിശാലമായൊന്നുമല്ലാത്ത ഒരു ധനസഹായം അതും ചെയ്യാം. തീർച്ചയായും സർ. അപർണ നൽകിയ കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞു പെണ്ണെന്ന പേര് കേട്ടപ്പോൾ
ഒരു ഡോക്യുമെൻ്ററി എൻ്റെ മനസ്സിലുള്ളത് ചെയ്യാൻ ഒരാളിനെ തപ്പി നടക്കുകയായിരുന്നു. സർ പറഞ്ഞോളൂ, നമുക്ക് ചെയ്യാം. ആഘോഷിക്കപ്പെടാത്ത മനുഷ്യോത്സവങ്ങൾ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ ആഘോഷിക്കപ്പെടാത്ത ദ അൺസെലിബ്രേറ്റഡ് ഹ്യൂമൻ ഫെസ്റ്റിവൽസ്. അത് ഫെസ്റ്റിവൽസിനെ കുറിച്ചല്ല. ഇപ്പോൾ പൊയ്കയിൽ കുമാര ഗുരുദേവൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? പൊയ്കയിൽ അപ്പച്ചൻ, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ആ സമൂഹത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പത്നി പൊയ്കയിൽ അമ്മച്ചി എന്ന് പറയുന്ന ജാനകിയമ്മ. ചരിത്രത്തിൽ രേഖപ്പെടുത്തലുകൾ കുറവാണ്. കൽപ്പാത്തി വഴിതുറക്കൽ സമരത്തിൽ ജോൺ കിട്ടയോടൊപ്പം പൊരുതിയവരുടെ കൂട്ടത്തിൽ കല്യാണി എന്നൊരു സ്ത്രീയുണ്ട്, ചരിത്രരേഖകളിലില്ല. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയതാര് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ MRBയുടെ പേര് പറയും. പക്ഷേ MRBയുടെ ഭാര്യയായിരുന്ന നങ്ങേമയാണ് സത്യത്തിൽ ആദ്യത്തെ വിവാഹം കഴിച്ച വിധവ. അപ്പോൾ നങ്ങേമയും രേഖപ്പെടുത്തേണ്ടതാണ്. സ്ത്രീകളായി പോയത് കൊണ്ടാകാം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ അന്നത്തെ സമൂഹത്തിൻ്റെ ചില മൂടുപടങ്ങൾ സൊസൈറ്റിയെ കാരണം തിരസ്കരിക്കപ്പെട്ടു പോയ മനുഷ്യ ജീവിതങ്ങളാണ്. ഭാവിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യ ഉത്സവങ്ങളാണ് ആ സ്ത്രീകൾ. അപ്പോൾ ദ അൺസെലിബ്രേറ്റഡ് ഹ്യൂമൻ ഫെസ്റ്റിവൽസ്, ആഘോഷിക്കപ്പെടാത്ത മനുഷ്യോത്സവങ്ങൾ എന്ന പേരിൽ ഒരു പരമ്പര പോലെ, ഒരു സീരീസ് പോലെ ചരിത്രത്തിലേക്ക് മറഞ്ഞുപോയ, അത്ര കണ്ട് പുനർവായനയ്ക്ക് വിധേയരാക്കപ്പെടാത്ത ഇത്തരം സ്ത്രീകളെ വർത്തമാനകാല സമൂഹത്തിൻ്റെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്ന ഒരു ഡോക്യു സീരീസ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായും സർ, തീർച്ചയായും. ഒരുപാട് സന്തോഷം സർ അങ്ങനെ പറഞ്ഞത് തന്നെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓ താങ്ക് യു സർ. നമുക്ക് ചെയ്തു കളയാം. അനന്തര ഭാവിയിൽ തന്നെ വാച്ച് നോക്കണ്ട, എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ. തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ ആദ്യ സെഗ്മെന്റിനെ കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ വേണ്ട, വളരെ എളുപ്പമുള്ള ഒരാളാ. അയ്യോ, അതാണ് ഏറ്റവും പേടി. അപർണ പ്രഭാകർ. അപർണയെ പോലുള്ള പെൺകുട്ടികളിൽ നാളെ നാട് ഒരുപാട് പ്രതീക്ഷയർപ്പിക്കുന്നു. ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ മുഖമുദ്ര എന്ത് എന്ന ഒറ്റവാചകത്തിൽ നിർവചിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ആ നാട്ടിലെ സ്ത്രീ സാക്ഷരതയുടെ ശതമാനമാണ് മറ്റേത് സാമ്പത്തിക നേട്ടത്തേക്കാൾ കൂടുതൽ ഒരു നാടിൻ്റെ വികാസത്തിൻ്റെ സൂചിക എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണല്ലോ അഭിമാനപൂർവ്വം നമ്മൾ പറയുന്നത് കേരളം നമ്പർ 1 എന്ന്. ആദ്യ മേഖലയിലേക്ക് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. അപർണ കണ്ടുപിടിക്കേണ്ട വ്യക്തിയെക്കുറിച്ച് ആദ്യത്തെ സൂചന ഇതാണ്. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഈ മനുഷ്യൻ എഴുതിയ ഒരു പാട്ട് അപർണ ഇപ്പോൾ കേൾക്കും. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ ഭരണകൂടത്തിൻ്റെ കാലമാണ്. ചില തിരഞ്ഞെടുക്കപ്പെട്ട അധികാര സ്ഥാനങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പാർത്തൈഡിനെതിരെ, വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിച്ചവരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവും. അത്ര കണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ബട്ട് ഇറ്റ് ഈസ് ട്രൂ, മെൻഷൻസ് ഉണ്ട്. ഇദ്ദേഹം എഴുതിയൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. Any guess? അപ്പോൾ ചുമ്മാ ഗസ് ചെയ്തോ. ഗസ് ചെയ്യുന്നത് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഓരോ സൂചനയിൽ ഓരോ ഗസ് ചെയ്യാം. ഡിലൻ അല്ലല്ലോ. ബോബ് ഡിലൻ അല്ല. ബോബ് ഡിലൻ അല്ല. ബോബ് ഡിലൻ സൗത്ത് ആഫ്രിക്ക. അല്ല അല്ല അല്ല. രണ്ടാമത്തെ സൂചനയിലേക്ക് പോവാം. 1995 തൻ്റെ സഹോദരനായ കിംബലുമായി ചേർന്നാണ് സിപ്2 ആരംഭിച്ചത്. ഇല്ല, അടുത്തതിലേക്ക് പോകാൻ സർ. മൂന്നാമത്തെ സൂചന അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ അങ്ങ് കേൾപ്പിച്ചു തരാം. പിന്നെ പ്രശ്നം തീർന്നല്ലോ. I'd like to thank you for leaving crazy person out of the description. So I thought I was trying to think what is the most useful thing that I could what could I say that ഇയാളുടെ പേരറിയാത്തവരാരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് നാലാമത്തെ സൂചനയിലേക്ക് പോകാം. കിംബൽ അയാളുടെ സഹോദരൻ്റെ പേരാണ്. അയാൾ എഴുതിയ പാട്ട് ഞാൻ കേൾപ്പിച്ചു. അയാൾ പാടിയ പാട്ടൊക്കെ ഉണ്ട് വേറെ. അയാളുടെ സംസാരം കേൾപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾ പാട്ടുകാരനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്ക് നാലാമത്തെ സൂചനയിലേക്ക് പോകാം.
ഇപ്പോൾ പലരും അയാളെക്കുറിച്ച് പറയുന്നത് ഹീസ് ദ ഷാഡോ പ്രസിഡന്റ് എന്നാണ്. പ്രസിഡന്റ് എന്ന് ആരാണ് പ്രസിഡന്റ്? എല്ലാ രാജ്യങ്ങളിലും പ്രസിഡന്റ് ഉണ്ടെങ്കിലും പൊതുവേ ലോകം ദ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയാണ്? അമേരിക്കയുടെ. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇയാളെയാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇയാൾ ഷാഡോ പ്രസിഡന്റാണ്. ഡൊണാൾഡ് ട്രംപ് ഒന്നും അല്ല, ഇയാളാണ് സത്യത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് എന്നാണ് ആളുകൾ പറയുന്നത്. ഉറക്കെ പറയൂ എൻ്റെ അപർണ. അല്ല സർ, തെറ്റായി പോകരുതല്ലോ എന്ന് തെറ്റായാൽ എന്താ കുഴപ്പം? നമ്മൾ ലോകത്തിൽ കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിയുന്നത് ഒരു വിഭാഗം ആൾക്കാർക്കേ പറ്റൂ. എന്താണ്? ഏത് വിഭാഗം ആൾക്കാർക്കാണ്? തെറ്റുന്നതിൽ ഭയമില്ലാത്തവർക്ക്, തോൽക്കുന്നതിൽ ഭയമില്ലാത്തവർക്കല്ലേ ജയിക്കാൻ പറ്റൂ, അല്ലേ? തോൽക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അവർ മത്സരിക്കില്ലല്ലോ. പറഞ്ഞോ, ഇപ്പൊ എന്താ പറഞ്ഞ? മസ്ക് ആണോ സർ? ഇലോൺ മസ്കോ? ഷാഡോ പ്രസിഡന്റ്. അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്ന അദ്ദേഹത്തിനെ ഒരു പ്രധാന പോസ്റ്റിലേക്ക് ഇപ്പം നിയമിക്കപ്പെടുകയൊക്കെ ചെയ്ത്, പ്രധാന പോസ്റ്റിലേക്കും മറ്റും നിയമിക്കപ്പെടുന്ന, പോസ്റ്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, നിയമിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് പാട്ട് പാടാമല്ലോ സർ. ആയിരിക്കില്ല. എന്താ ഈ കുട്ടി പറയുന്നത്? അഞ്ചാമത്തെ സൂചന എന്താണെന്ന് നോക്കാം. ഇലോൺ മസ്ക് തന്നെ അല്ലേ? ദക്ഷിണാഫ്രിക്കയിൽ പ്രിട്ടോറിയ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ അപ്പാർത്തൈഡിനെതിരെ വാദിക്കുകയും അവിടുത്തെ കൗൺസിലുകളിലൊക്കെ അംഗമായിരിക്കുകയും ചെയ്തു ഇലോൺ മസ്കിന്റെ പിതാവ്. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഇലോൺ മസ്ക് പിന്നീട് നാഷണാലിറ്റി മാറുകയാണ്. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പം ആരംഭിച്ച കമ്പനിയാണ് 95-ൽ സിപ്2 എന്ന കമ്പനി. ഇലോൺ മസ്ക് എഴുതിയ ഒരു ഗാനമാണ് ആദ്യം കേട്ടത്. ഇലോൺ മസ്കിനെയാണ് ദ ഷാഡോ പ്രസിഡന്റ് എന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ശരിയായ ഉത്തരമാണ്. യു ആർ ദെയർ ഫോർ 25,000 bucks. 25,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിലേക്ക് തുടങ്ങാം. അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. അപർണ പ്രഭാകർ ആരെയായിരിക്കും മനസ്സിൽ ഓർമ്മിക്കുക? പണ്ട് തമിഴ് ചാനലിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയും യാറ് മനസ്സിലെ യാര്, ഉങ്ക മനസ്സിലെ യാര്, അവങ്ങൾക്ക് എന്ന പേരെന്നൊക്കെ. അപർണയുടെ മനസ്സിലാര്? ആ വ്യക്തിക്ക് എന്ത് പേര്? കം ലെറ്റ്സ് പ്ലേ അശ്വമേധം. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. അപർണ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ആണ്. ഇന്ത്യൻ ആണ്. മലയാളി ആണ്. സാഹിത്യം അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നാച്ചുറൽ ഡെത്ത്, സാധാരണഗതിയിൽ മരണം? അല്ല. അല്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല എന്ന് പറയാൻ അല്ല, നാച്ചുറൽ ഡെത്ത് എന്ന് പറയാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അദ്ദേഹത്തിൻ്റെത് ഇപ്പോൾ കൊലപാതകം, ആത്മഹത്യ, ആക്സിഡൻറ്റ് എന്നിങ്ങനെയുള്ള അൺനാച്ചുറൽ ഡെത്താണോ? മേ ബി ദുരൂഹമായ മരണമാണോ? ആണോ? ഓ, രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. ആണ്. രാഷ്ട്രീയം? 1980 ശേഷം മരണം? അല്ല. 80 ശേഷം അല്ല. 80 ശേഷം അല്ല. 50 ശേഷം? 50 അല്ല. 10 ചോദ്യങ്ങൾ. ആയിരത്തി 1900 ശേഷം മരണം? അതെ. പെട്ടെന്ന് ഈ പഴയ രാജകുടുംബങ്ങളുമായി ബന്ധപ്പെട്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 1900-നും 1950-നും ഇടയിൽ മരിച്ച രാഷ്ട്രീയം മലയാളി. സ്വാതന്ത്ര്യ സമരമായിരുന്നു പ്രധാന പ്രവർത്തനം? അതെ. അതെ. അതെ, സ്വാതന്ത്ര്യ സമരമായിട്ട് ഏറെ ബന്ധമാണ്. ദുരൂഹ മരണം? മരണത്തിൽ ദുരൂഹതയുണ്ട്. തെക്കൻ കേരളം? സദേൺ കേരള? സദേൺ കേരള. 50-ന് മുമ്പ് മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേരളമല്ല, തിരുവിതാംകൂറാണ്.
അന്ന് കേരളമില്ലല്ലോ. അന്ന് കേരളമില്ല. 50 മുമ്പ് മരിച്ചു എന്ന് പറയുമ്പോൾ അതായത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, അതിൽ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ്. അതെ, പ്രസന്റ് കേരളത്തിലാണ്. ആണ്. അതല്ല, കൊച്ചി മലബാർ അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അല്ല അല്ല അല്ല, കൊച്ചി മലബാർ അല്ല, തെക്ക് തന്നെയല്ലേ? അതെ തീർച്ചയായും. കാരണം 1921 മലബാർ കലാപകാലത്ത് മരിച്ച ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട 1-2 ആളുകളുണ്ട്. അവരുടെ ആർക്ക് മനസ്സ് പോകണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് തെക്കൻ കേരളം ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട ചിന്ത. നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മരണം പോലും ദുരൂഹമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അദ്ദേഹത്തിന്റെ പ്രധാനമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലായിരുന്നോ? അല്ല, പ്രധാനമായത് അല്ലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായത് അല്ല. എന്താണ് സാർ? അല്ല. ഷീസ് കറക്റ്റ്. 15ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല പ്രധാനമെന്ന് പറഞ്ഞു, ദുരൂഹമായ മരണമാണെന്ന് പറഞ്ഞു, തെക്കാണ് എന്ന് പറഞ്ഞു, 1900-നും 1950-നും ഇടയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ വെച്ചാണ് മരിച്ചത്? അല്ല. മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ ആളുകൾ ഗംഭീരമെന്നോ വലുതെന്നോ ഹ്യൂജ് എന്നോ ഭയാനകമെന്നോ അല്ലെങ്കിൽ ഒരു വലിയ സംഭവം എന്നൊക്കെ തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മലയാളത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു പദം സൃഷ്ടിക്കപ്പെട്ടത് താങ്കൾ വിചാരിച്ച വ്യക്തി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ പേരിൽ നിന്നാണോ? അതെ അതെ അതെ. ഉത്തരം കിട്ടിയില്ല സർ. ദുൽഖർ സൽമാൻ്റെ സിനിമയാണ്. അതെ. അത് കൊള്ളാം. പക്ഷെ അത് ആ ദുരൂഹതയൊക്കെ ഒരു പ്രൂവൺ ദുരൂഹതയൊന്നും അല്ല കേട്ടോ. എങ്കിലും അതിന് 2 വശങ്ങളുണ്ട്. അതിനകത്തൊരു തെളിയിക്കപ്പെടാത്ത ആരോപണമാണെങ്കിൽ പോലും ലോകമെമ്പാടുമുള്ള ഫാസിസ്റ്റുകളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അവരെ ഒഴികെ മറ്റെന്തിനെക്കുറിച്ച് മികച്ചത് പറഞ്ഞാലും അപ്പോൾ ശത്രുവാകും അവരുടെ എന്നുള്ളതാണ്. തൊട്ട് മുമ്പിലത്തെ നിമിഷം വരെ ഏറ്റവും വലിയ അടുത്ത കൂട്ടുകാരായിരിക്കും. പക്ഷേ വേറൊരാളിനെ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം കുടുംബത്തെക്കുറിച്ച് എൻ്റെ സ്വന്തം കുടുംബം ഗംഭീരമാണെന്ന് പറഞ്ഞാൽ ഈ ഫാസിസ്റ്റിന് അത് സഹിക്കില്ല. ഞാൻ മാത്രമാണ് ശ്രേഷ്ഠരക്തം എന്ന് കരുതുന്നതാണ്. അതായിരുന്നു ഈ സോക്കോൾ നാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. ഇതരർ എന്നൊരു വിഭാഗത്തെ അവർ ഉണ്ടാക്കി. അത് അവരൊഴിച്ച് ബാക്കി എല്ലാം ഇതരരാണ്. ഈ പണ്ട് നമ്മുടെ മാർട്ടിൻ നയ്യിമുള്ളർ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ഒന്നും മിണ്ടിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു. വിദ്യാർത്ഥികളെ തേടി വന്നു, ഒന്നും മിണ്ടിയില്ല, ഞാനൊരു വിദ്യാർത്ഥി അല്ലായിരുന്നു. തൊഴിലാളികളെ തേടി വന്നു, മിണ്ടിയില്ല, തൊഴിലാളിയല്ലായിരുന്നു. എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരും ശേഷിച്ചിട്ടില്ലായിരുന്നു എന്ന് എഴുതിയതുപോലെ 1-ാം ലോക മഹായുദ്ധ കാലത്തിൽ ജർമ്മനിയോടൊപ്പം സഹായിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കാം എന്ന് കരുതിയതാണ് അദ്ദേഹം. പക്ഷേ ആ കരുതലിൻ്റെ ഒടുവിൽ കൈസറുമായി ഒരു സൗഹൃദത്തിലുണ്ടായിരുന്നു പറയുന്നത്. കൈസർ ചക്രവർത്തിയുമായുള്ള സൗഹൃദം സൃഷ്ടിച്ചിരുന്നു. അതിനിടയിൽ ഭാരതത്തിൻ്റെ പൗരാണികതയെക്കുറിച്ച്, ഭാരതത്തിൻ്റെ ഡിഗ്നിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല നാസികൾക്ക്. അതുകൊണ്ട് അവർ ക്രമേണ പോയിസൺ ടു ഡെത്ത്, സ്ലോ പോയിസണിങ് വഴി കൊന്നുവെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കഥയുണ്ട്. അത് കഥയാണ്, വാസ്തവമാണെന്നൊന്നും നമുക്കറിയില്ല. അതാണ് ദുരൂഹത എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കലി മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നോർമൽ ഡെത്താണോ എന്ന് ചോദിച്ചാൽ യെസ്, നാച്ചുറൽ ഡെത്താണ്. നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നാച്ചുറൽ ഡെത്താണോ എന്ന് ചോദിച്ചാൽ ആണെന്നല്ലേ നമുക്ക് ഇന്നത്തെ കാലത്ത് തെളിയിക്കപ്പെടാത്തതിനെ കുറിച്ച് പറയാൻ കഴിയും. പ്രസന്റ് കേരളത്തിലല്ല കേട്ടോ അദ്ദേഹം ജനിച്ചത്. അല്ലല്ല. അത് കേരളത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ അല്ല, ഇപ്പൊ കേരളത്തിന്റെ ഭാഗമല്ല, ഇപ്പൊ അത് തമിഴ്നാടിന്റെ ഭാഗമാണ്. അല്ലല്ല, അദ്ദേഹം ജനിച്ച സ്ഥലം പണ്ടത്തെ അല്ല, ഇപ്പോഴും ആ സ്ഥലമുണ്ട്. അത് തിരുവിതാംകോട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ മാർത്താണ്ഡം കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഡീവിയേറ്റ് ചെയ്ത് ഈ തൃപ്പരപ്പിലോട്ടൊക്കെ പോയില്ലേ, ആ പ്രദേശത്താണ് ഈ തിരുവിതാംകോട് ഉള്ളത്. അതിപ്പോൾ തമിഴ്നാട്ടിലാണ്.
പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ആ വ്യക്തിയെന്ന്. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് കൈവന്ന വാക്കേത് എന്ന്. അദ്ദേഹം ആര് എന്ന് പറയണം എങ്കിൽ അതിനു മുൻപ് അദ്ദേഹം ആകൃഷ്ടനായത്, അദ്ദേഹത്തെ ആകർഷിച്ച സൂര്യ തേജസ്സിനെ കുറിച്ച് കൂടി സൂചിപ്പിക്കണം. മുച്ചേ ഖൂൻ ദേ ദിജിയെ മൈൻ തുച്ചെ ആസാദി ദൂങ്ക എന്ന് പറഞ്ഞ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നു പറഞ്ഞ ആ മനുഷ്യൻ. മൗലവി സിയാവുദ്ദീൻ എന്ന ഇൻഷുറൻസ് ഏജൻ്റായി രൂപമാറ്റം നടത്തി വെള്ളക്കാരൻ്റെ കണ്ണിൽ നിന്ന് നൊടിയിട കൊണ്ട് അപ്രത്യക്ഷമാകാൻ കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഏറ്റവും മികച്ച അനുയായികളിൽ ഒരാളായിരുന്നു കേരളത്തിൻ്റെ പുത്രനായ കൽക്കുളത്തു വീട്ടിൽ ചെമ്പകരാമൻ പിള്ള. ചെമ്പകരാമൻ പിള്ള സഞ്ചരിച്ചിരുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് എംഡൻ. എംഡൻ എന്ന ആ മുങ്ങിക്കപ്പലിൽ നിന്നാണ് യമണ്ടൻ എന്ന മലയാള വാക്ക് പിന്നീട് രൂപപ്പെട്ടത്. അതാണ് യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയാണ്. അത് അവരാളൊരു യമണ്ടൻ കക്ഷിയാണെന്നൊക്കെ പറയുന്നത്. എംഡൻ എന്നായിരുന്നു ആ മുങ്ങിക്കപ്പലിൻ്റെ പേര്. ഊർജ്ജതന്ത്രത്തിലും മറ്റ് ശാസ്ത്രശാഖകളിലുമൊക്കെ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്ന ചെമ്പകരാമൻ പിള്ള വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാടുവിടുകയും അദ്ദേഹത്തിന് ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡ്രീംസ് ആയിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. ഒടുവിൽ ഈ സ്വപ്നങ്ങളെല്ലാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന ചിന്തയിൽ ക്രോഡീകരിക്കപ്പെട്ടു. മുഖ്യധാരയിൽ നിന്ന് വിട്ടുമാറി അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടനെ എതിർക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ചെമ്പകരാമൻ പിള്ളയുടെ പേരാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് കരുതുന്നു, അല്ലേ? അതെ, തീർച്ചയായും സർ. ചെമ്പകരാമൻ പിള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച മലയാളി. ഇറ്റലിയിലും ജർമ്മനിയിലും ഉപരിപഠനം നടത്തിയ ചെമ്പകരാമൻ പിള്ള ബർലിനിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെ തോൽപ്പിക്കാൻ വിപുലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്നൊരു പത്രം തുടങ്ങിയിരുന്നു. യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ എംഡൻ എന്ന മുങ്ങിക്കപ്പലിൽ ചെമ്പകരാമൻ പിള്ളയും സന്നിഹിതരായിരുന്നു. 1914 സെപ്റ്റംബർ 22 എംഡൻ മദ്രാസിൽ ഷെൽ വർഷിച്ചിരുന്നു. ലീഗ് ഓഫ് ഒപ്രസ്ഡ് നേഷൻസ് എന്ന സംഘടനയിലെ സജീവ പ്രവർത്തകനായിരുന്നു. 1933 സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് ആസാദ് ഹിന്ദു ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായി. നാസികളിൽ നിന്നും നിരവധി ഉപദ്രവങ്ങൾ നേരിട്ട ചെമ്പകരാമൻ പിള്ളയുടെ ശരീരത്തിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് 1934 മെയ് 26 ബർലിനിലെ പ്രഷ്യൽ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് 43-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മാധ്യമ പ്രവർത്തനം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടാൻ കഴിയട്ടെ. താങ്ക് യു സർ. തെക്കോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്, ശുചീന്ദ്രം. ആ ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് അവിടുത്തെ തൂണുകളിൽ ഓരോ തൂണിലും മുട്ടുമ്പോൾ സപ്തസ്വരങ്ങൾ കേൾക്കാം. ഒരു കൈ കൊണ്ട് ഇങ്ങനെ മുട്ടിയാൽ മതി, സാരി ഗമ ആ ഇതിൽ കേൾക്കാം. മാധ്യമപ്രവർത്തകയാകുന്നതുകൊണ്ട് ശുചീന്ദ്രത്ത് പോകണം. അമ്പലത്തിൽ തൊഴാനൊന്നുമല്ല, മറിച്ച് ആ ശുചീന്ദ്രം പരിസരത്ത് ബാല്യം ചെലവഴിച്ച ഒരു മനുഷ്യനുണ്ട്. മലയാളികളായ ഏത് മാധ്യമപ്രവർത്തകർക്കും വഴികാട്ടിയും ഗുരുസ്ഥാനീയനുമായ അസാമാന്യമായ അവതരണ മികവും അന്വേഷണ മികവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ദൃശ്യമാധ്യമങ്ങൾ അത്ര കണ്ട് എണ്ണത്തിൽ കൂടുതലില്ലാതിരുന്ന ഒരു കാലം മുതൽ കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ സംസ്കാരത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ സാമൂഹ്യ ധർമ്മം നിറവേറ്റുന്ന ദൃശ്യമാധ്യമ പരിപാടികളിലൊന്ന് സൃഷ്ടിച്ചതും അവതരിപ്പിച്ചതും മലയാളിയായ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കൊക്കെ ഗുരുവായ ആ മനുഷ്യനാണ്. അദ്ദേഹം ഓടിക്കളിച്ചതും ഈ ശുചീന്ദ്രം എന്ന പ്രദേശത്താണ്. ആരാണെന്നറിയോ? അനീഷ പ്ലീസ്. മറക്കണ്ട ഡോക്യുമെൻ്ററിയുടെ കാര്യം. തീർച്ചയായും. നമ്മൾ പറഞ്ഞു വന്നത് മാധ്യമപ്രവർത്തകരുടെ ധർമ്മത്തെക്കുറിച്ചും മികച്ച മാധ്യമ പരിപാടികളെക്കുറിച്ചും ഒക്കെയാണ്. അനുകരണീയമായ നിരവധി മാതൃകകളുണ്ട് മലയാള ഭാഷയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ദൃശ്യമാധ്യമത്തിൻ്റെ ലോകത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത്. അതിലൊന്നിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഒരു ചിത്രം സൃഷ്ടിച്ചു. ആ ചിത്രം അദ്ദേഹം സൃഷ്ടിച്ചത് താരാശങ്കർ ബാനർജിയുടെ പ്രശസ്തമായ ജീവൻ മശായി എന്ന കഥയിൽ നിന്നാണ്. ഇപ്പോൾ ആളുടെ മനസ്സിലായോ? പ്രസ് ക്ലബ്ബിൽ പോകാറുണ്ടോ? കണ്ടിട്ടുണ്ട്, പ്രസ് ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. പ്രസ് ക്ലബ്ബിൽ പോകുമ്പോൾ പ്രസ് ക്ലബ്ബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അത് എൻ്റെയൊക്കെ നല്ല ചെറുപ്പകാലം മുതൽ അശ്വമേധമൊക്കെ നടക്കുന്ന കാലത്തുമൊക്കെ ഏറ്റവും വലിയ റോൾ മോഡലായി മനസ്സിൽ തോന്നിയിട്ടുള്ള ആ മാധ്യമ പ്രവർത്തകന് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ടാകട്ടെ ഈ ദിവസം അവസാനിപ്പിക്കുന്നത്. ആ മാധ്യമ പരിപാടി
സമൂഹത്തിന് നേർക്ക് പിടിച്ച ഒരു സ്വകാര്യ ചാനലിൽ സംപ്രേഷണം ചെയ്ത കണ്ണാടി എന്ന പരിപാടിയാണ്. ആ മാധ്യമപ്രവർത്തകൻ, അതുല്യനായ ആ പ്രതിഭ ശ്രീ TN ഗോപകുമാർ. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kaiരളി tv.in.